ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട മതാധ്യാപകരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1285 പാരഗ്രാഫ് മുതൽ 1321 പാരഗ്രാഫ് വരെയുള്ള, അതായത് പേജ് 327 മുതൽ 336 വരെ സ്ഥൈര്യലേപനം എന്ന കൂദാശയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. മാമോദീസായോടും വിശുദ്ധ കുർബാനയോടും ചേർന്ന് ക്രൈസ്തവ പ്രാരംഭ കൂദാശകളുടെ സമന്വയം സ്ഥാപിക്കുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. മാമോദീസ സ്വീകരിച്ചവർ സ്ഥൈര്യലേപനം എന്ന കൂദാശ വഴി സഭയോട് കൂടുതൽ പൂർണ്ണമായി ബന്ധിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷ ശക്തിയാൽ സമ്പന്നരാക്കപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികൾ എന്ന നിലയിൽ വിശ്വാസത്തെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പ്രചരിപ്പിക്കാൻ കൂടുതൽ കടമയുള്ളവരായിത്തീരുന്നു. അതിനാൽ സ്ഥൈര്യലേപനത്തിൻ്റെ സ്വീകരണം മാമോദീസായിലെ കൃപാവരണത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് സ്ഥൈര്യലേപനം എന്ന കൂദാശ രക്ഷാകര പദ്ധതിയിൽ വെളിപ്പെട്ടു. ക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ വർഷിക്കൽ ആദ്യമായി ഉയർപ്പ് തിരുനാളിലും പിന്നീട് പെന്തക്കോസ്താ തിരുനാളിലും നിറവേറി. അപ്പോസ്തലന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴി മാമോദീസ സ്വീകരിച്ചവർ പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ കൂടുതൽ നന്നായി സൂചിപ്പിക്കാൻ സുഗന്ധ തൈലം കൊണ്ടുള്ള പൂശൽ കൈവയ്പിനോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇന്നും ഈ അഭിഷേകം തുടരുന്നു. അതിനാൽ പൗരസ്ത്യ സഭകളിൽ ഈ കൂദാശയെ തൈലാഭിഷേകം എന്നും മാമോദീസായുടെ സ്ഥിരീകരണം, കൃപാവരത്തിൻ്റെ ശക്തിപ്പെടുത്തൽ എന്നിവയെ സൂചിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യ സഭയിൽ സ്ഥൈര്യലേപനം എന്നും പറയുന്നു. ആദ്യ നൂറ്റാണ്ടുകളിൽ സ്ഥൈര്യലേപനം പൊതുവെ മാമോദീസായോട് കൂടി ഒറ്റ ആഘോഷമായി നടത്തിയിരുന്നു. പാശ്ചാത്യ സഭയിൽ മാമോദീസായുടെ പൂർത്തീകരണം മെത്രാനു വേണ്ടി മാത്രം നീക്കിവെക്കണമെന്ന് ആഗ്രഹം ഈ രണ്ട് കൂദാശകളെയും രണ്ട് സമയത്തേക്ക് വേർതിരിക്കുന്നതിന് കാരണമായി. പൗരസ്ത്യ സഭകൾ അവയെ ഒന്നിച്ചു തന്നെ നിലനിർത്തി. അതുകൊണ്ട് മാമോദീസ നൽകുന്ന വൈദികൻ തന്നെ സ്ഥൈര്യലേപനവും നൽകുന്നു. പക്ഷേ മെത്രാൻ വെഞ്ചരിച്ചാൽ മൂറാൻ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാവൂ. വിശുദ്ധ തൈലത്തിൻ്റെ കൂദാശ ചെയ്യൽ സ്ഥൈര്യലേപന ആഘോഷത്തിൻ്റെ മുമ്പേ നടക്കുന്ന ഒരു സുപ്രധാന കർമ്മമാണ്. മെത്രാനാണ് തൻ്റെ രൂപത മുഴുവനും വേണ്ടി ഈ വിശുദ്ധ തൈലം പെസഹവാരത്തിലെ തൈലാശീർവാദ കുർബാനയിൽ വെഞ്ചരിക്കുന്നത്. ചില പൗരസ്ത്യ സഭകൾ തൈലം കൂദാശ ചെയ്യൽ പാത്രിയാർക്കീസിന് മാത്രമായി മാറ്റിവെക്കപ്പെട്ടതാണ്. സ്ഥൈര്യലേപനം മാമോദീസായിൽ നിന്ന് വേറിട്ട് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അനുഷ്ഠാന കർമ്മം തുടങ്ങുന്നത് സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നവർ നടത്തുന്ന ജ്ഞാനസ്നാന വാഗ്ദാനങ്ങളുടെ നവീകരണം, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്നിവയോടുകൂടിയാണ്. മുതിർന്നവർ മാമോദീസ സ്വീകരിക്കുമ്പോൾ അവർ ഉടൻ തന്നെ സ്ഥൈര്യലേപനം സ്വീകരിക്കുകയും ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗവാക്കുകൾ ആവുകയും ചെയ്യുന്നു. സ്ഥൈര്യലേപനാർത്ഥിയുടെ മേൽ നടത്തുന്ന കൈവയ്പ് പ്രാർത്ഥനയും നെറ്റിയിൽ തൈലം ഉപയോഗിച്ച് നടത്തുന്ന ലേപനവുമാണ് സ്ഥൈര്യലേപന കൂദാശയുടെ ആഘോഷത്തിൻ്റെ കാതലായ അനുഷ്ഠാന കർമ്മങ്ങൾ. കൈവയ്പ് പ്രാർത്ഥന അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ സൂചിപ്പിക്കുന്നു. അഭിഷേകം, അഭിഷിക്തൻ എന്നർത്ഥമുള്ള ക്രൈസ്തവൻ എന്ന പേരിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതും ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതുമാണ്. പരിശുദ്ധാത്മാവാകുന്ന ദാനത്തിൻ്റെ മുദ്ര സ്വീകരിക്കുക എന്ന വാക്കുകൾ ഉച്ചരിച്ച് കൈവയ്പ് നടത്തിയാണ് ലേപനം നിർവഹിക്കുന്നത്. ഈ കൂദാശയുടെ സമാപനത്തിലുള്ള സമാധാന ചുംബനം മെത്രാനോടും എല്ലാ വിശ്വാസികളോടും കൂടിയുള്ള സഭാപരമായ ഐക്യം സൂചിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാർക്ക് പെന്തക്കോസ്താ ദിനത്തിൽ നൽകപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണമായ വർഷിക്കപ്പെടലാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ ഫലം. സ്ഥൈര്യലേപനം അത് സ്വീകരിക്കുന്നവൻ്റെ ആത്മാവിൽ മായ്ക്കാനാകാത്ത മുദ്ര പതിപ്പിക്കുന്നു. തൻ്റെ സാക്ഷിയായി ജീവിക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ അത്യുന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ധരിപ്പിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ മുദ്ര സൂചിപ്പിക്കുന്നത്. അതിനാലാണ് സ്ഥൈര്യലേപനം ഒരിക്കൽ മാത്രം നൽകപ്പെടുന്നത്. മാമോദീസ സ്വീകരിച്ചെങ്കിലും സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടില്ലാത്ത
ഓരോ വ്യക്തിക്കും സ്ഥൈര്യലേപനം കൂദാശ സ്വീകരിക്കാം. സ്ഥൈര്യലേപനം യഥാസമയം സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് കടമയുണ്ട്. സ്ഥൈര്യലേപനം സ്വീകരിക്കേണ്ട സമയം തിരിച്ചറിവിൻ്റെ പ്രായം എന്നാണ് ലത്തീൻ പാരമ്പര്യം. എങ്കിലും മരണകരമായ അപകടത്തിലാണെങ്കിൽ കുട്ടികൾക്കും സ്ഥൈര്യലേപനം നൽകേണ്ടതാണ്. സ്ഥൈര്യലേപനത്തെ ക്രൈസ്തവ പക്വതയുടെ കൂദാശ എന്ന് വിളിക്കാറുണ്ട്. വിശ്വാസത്തിൻ്റെ പക്വതയെ സ്വാഭാവിക വളർച്ചയുടെ പക്വതയുമായി കൂട്ടിക്കുഴയ്ക്കരുത്. ശരീരത്തിൻ്റെ പ്രായമല്ല ആധ്യാത്മിക പക്വത നിശ്ചയിക്കുന്നത്. ബാല്യത്തിൽ പോലും മനുഷ്യന് ആധ്യാത്മിക പക്വത പ്രാപിക്കാനാകും. സാർവത്രിക സഭയുടെയും ഇടവക സമൂഹത്തിൻ്റെയും സ്വന്തമാണെന്ന ബോധ്യം സ്ഥൈര്യലേപനാർത്ഥിയിൽ ഉളവാക്കാൻ സ്ഥൈര്യലേപനത്തിന് ഒരുക്കമായ മതബോധനം പരിശ്രമിക്കണം. സ്ഥൈര്യലേപനാർത്ഥികളെ ഒരുക്കുന്നതിൽ ഇടവക സമൂഹത്തിന് സവിശേഷമായ ഉത്തരവാദിത്തമുണ്ട്. സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നതിന് കൃപാവരാവസ്ഥയിലായിരിക്കണം. കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചിരിക്കണം. കൂടുതൽ തീവ്രമായി പ്രാർത്ഥിക്കണം. ഒരു തലതൊട്ടപ്പൻ്റെയോ തലതൊട്ടമ്മയുടെയോ ആധ്യാത്മിക സഹായം തേടാവുന്നതാണ്. സ്ഥൈര്യലേപനത്തിൻ്റെ യഥാർത്ഥ കാർമ്മികൻ മെത്രാനാണ്. പൗരസ്ത്യ സഭകളിൽ പാത്രിയാർക്കീസോ മെത്രാനോ കൂദാശ ചെയ്ത വിശുദ്ധ തൈലം കൊണ്ട് മാമോദീസ നൽകിയ വൈദികൻ തന്നെ സ്ഥൈര്യലേപനം നൽകുന്നു. ലത്തീൻ ക്രമത്തിൽ സ്ഥൈര്യലേപനത്തിൻ്റെ സാധാരണ കാർമ്മികൻ മെത്രാനാണ്. മരണകരമായ അപകടത്തിലായ ഒരു ക്രൈസ്തവന് സ്ഥൈര്യലേപനം നൽകാൻ ഏതൊരു വൈദികനും കഴിയും. സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ ആവശ്യകത, അത് എന്തുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കണം, എന്തുകൊണ്ട് ഒരിക്കൽ മാത്രം ഈ കൂദാശ സ്വീകരിക്കുന്നു, ആധ്യാത്മിക പക്വത നേടാനായിട്ട്, ക്രൈസ്തവ പക്വത നേടാനായിട്ട് സ്ഥൈര്യലേപനം എന്ന കൂദാശ സഹായിക്കുന്നത് എങ്ങനെ, ഈ കൂദാശയുടെ കാർമ്മികൻ ആരാണ്, പാശ്ചാത്യ സഭയിൽ മെത്രാനായിരിക്കുമ്പോൾ പൗരസ്ത്യ സഭകളിൽ മെത്രാൻ അഭിഷേകം ചെയ്ത തൈലം കൊണ്ട് വൈദികൻ തന്നെ, മാമോദീസ നൽകിയ വൈദികൻ തന്നെ തൈലാഭിഷേകം നടത്തുന്നു. ഈ കൂദാശ സ്വീകരിക്കുന്നതിന് സ്ഥൈര്യലേപനാർത്ഥി തീവ്രമായിട്ട് ഒരുങ്ങണം. അയാൾ കൃപാവരാവസ്ഥയിലായിരിക്കണം. അതിന് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കണം. തീവ്രമായി പ്രാർത്ഥിക്കണം. ഒരു തലതൊട്ടപ്പൻ്റെയോ തലതൊട്ടമ്മയുടെയോ ആധ്യാത്മിക സഹായം എന്നിവ തേടേണ്ടതാണ്. ഇനി ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന അധ്യാപക പരീക്ഷയ്ക്ക് ഈ പാഠഭാഗങ്ങൾ അധ്യാപക സഹായിയുടെ സഹായത്തോടു കൂടി കൂടുതൽ പഠിച്ച് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.